ഏട്ടൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും ആമയും കൂടെ അങ്ങ് ഒരുങ്ങാൻ കയറി കേട്ടോ. എനിക്ക് ഈ മുടി ചുരുണ്ട് കിടക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് മെഷീൻ വെച്ച് അങ്ങ് നീട്ടി. ഈ കമ്മലാണെങ്കിൽ കഴിഞ്ഞ തൊട്ട് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ച കമ്മലാണ്, അതിൻ്റെ ബട്ടൺസ് ഭയങ്കര പാടായിടാൻ. അങ്ങനെ ഞാൻ അങ്ങ് ഒരുങ്ങി. ഞാൻ നേരത്തെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിരുന്നത് കൊണ്ട് എനിക്ക് അധികം ഒരുങ്ങിയിട്ട് വന്നിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ഒരുങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു, അതുകൊണ്ട് എളുപ്പമാണ്. ഞാൻ കാസർഗോഡ് വന്നെനിക്ക് ആദ്യമായിട്ടാണ് ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. ഇവിടെ ഒരു കർണാടക ടച്ച് കൂടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാനും അതൊക്കെ കാണാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അധികം ഓർണമെന്റ്സ് ഒന്നും ഇടാറില്ല കേട്ടോ, ഞാൻ ഈ വാച്ചും ഈ ചെയിനും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഈ മുടിയൊക്കെ നീട്ടിയത് എന്തിനാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഈ ഹെൽമെറ്റ് വെക്കാനാണെങ്കിൽ എന്തിനാണോ ഞാൻ മുടി നീട്ടിയത്. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് എത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ വരാഹത്തെയാണ് അവർ പ്രതിഷ്ഠയായി വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് അവർ നാരങ്ങ വെള്ളമൊക്കെ തന്നു. പിന്നെയാണ് ഈ തറയിലൊക്കെ ചാണകം മെഴുകി ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ കൈകൊട്ടിക്കളി തുടങ്ങിയപ്പോഴത്തേക്ക് അത് കാണാനായിട്ട് അങ്ങ് പോകും. ഡാൻസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ചോദിച്ചു മുട്ട ഓംപ്ലേറ്റ് വേണമെന്ന്. പിന്നെ ഞങ്ങൾ അത് കഴിക്കാനായിട്ട് അങ്ങ് പോയി. അപ്പോഴാണ് പൊരി പോലത്തെ എന്തോ ഒരു സംഭവം ആ ഗ്ലാസ്സിലാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടത്. അതെന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ മുട്ട ഓംപ്ലേറ്റും കഴിച്ച് കൈകൊട്ടിക്കളിയും കണ്ട് അവിടെ നിന്ന്. എന്ത് ഭംഗിയാണെന്നറിയാം ഒരു കളിക്കുന്ന കാണാൻ, നല്ല രസം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോയി കേട്ടോ. അവിടുന്ന് ബബിൾസ് വരുന്ന ഒരു തോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അച്ഛനും മോളും കൂടെ അത് വെച്ചായി കളി കേട്ടോ. അതിൽ നിന്ന് ബബിൾസ് ഒന്നും വരാത്തതുകൊണ്ട് ആമയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവസാനം നോക്കി നോക്കി ഇരുന്ന് അതിൽ നിന്ന് ബബിൾസ് വരാൻ തുടങ്ങി. പിന്നെ ആമയ്ക്ക് സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.